നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമ വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയ്ക്ക് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകി. കേരള പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നിന്നും ആരംഭിച്ച രഥഘോഷയാത്രയ്ക്കാണ് സ്വീകരണം നൽകിയത്. കേരള പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യൻകാളിയുടെ പ്രതിമ ഘോഷയാത്രയ്ക്കാണ് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകിയത്. 18-ന് ചാലക്കുടിയിൽ നിന്നുമാണ് രഥഘോഷയാത്ര ആരംഭിച്ചത്. അയ്യങ്കാളിയുടെ അർദ്ധകായ പ്രതിമ കൊട്ടാരക്കര അവധൂതാശ്രമത്തിൽ സ്ഥാപിക്കും. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ഡോക്ടർ രാംദാസ് അത്താവലെ ഉദ്ഘാടനം നിർവഹിക്കും. കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ നടന്ന സ്വീകരണ സമ്മേളനം നഗരസഭാ ചെയർമാൻ പി സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. മുമ്പേ പോയവർ ഇത് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾ ഈ വിധത്തിൽ നിൽക്കുന്നതെന്ന് നമ്മുടെ ചരിത്രം വരും തലമുറയെ പഠിപ്പിക്കുവാനും ഇതുപോലുള്ള പഠന ഗവേഷണ കേന്ദ്രങ്ങൾ കൊണ്ട് കഴിയും. ഇപ്പോഴും നമ്മുടെ സംഭാവന +2 കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൊബൈൽ സ്റ്റാളിലോ വേറെ ഏതെങ്കിലും കടകളിലോ ഒക്കെ ഉപജീവന മാർഗം നടത്താനായി സ്വന്തം കാലിൽ നിൽക്കാനായി യുവനങ്ങൾ മാറുന്ന അവസ്ഥയാണ്. പഠിച്ചു മുന്നേറുവാനോ ശ്രീമാൻ അയ്യങ്കാളി നമ്മുടെ മഹാചാര്യൻ അയ്യങ്കാളി പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിൽ ഉന്നതത്തിലെത്തുവാനോ ആ ഉന്നത ശ്രേണിയിലുള്ള വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ഉദ്യോഗത്തിലേക്ക് കടക്കുവാനോ നമ്മുടെ സമുദായത്തിൽ ഇപ്പോഴും വിരലിലുണ്ടാകുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ഈ ഗ്രാന്റിന് വേണ്ടി ഇപ്പോഴും സമരം ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മുടെ. വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ സമരം ചെയ്താൽ മാത്രമേ കിട്ടൂ എന്നൊരവസ്ഥ കേരളത്തിൽ മാത്രമല്ല ആകമാനം ഈ രാജ്യത്താകമാനം ഇപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ CK സുരേന്ദ്രനാഥ് 1950 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1950 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംവരണം. 10% സംവരണം. PR എഴുതി വെച്ച സംവരണം 1990 ആയപ്പോൾ ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിന്റെ സംഘടന ശക്തിക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി 1990 27% പിന്നോക്കക്കാരന് സംവരണം നേടിക്കൊണ്ടു. ബാബു അമ്മവീട്, സിംലാൽ, രാധാകൃഷ്ണൻ, യശോധരൻ വെള്ളയാണിപ്പാടം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.